ഹലോ ഗൈസ്, എന്നപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്രസാദത്തിൻ്റെ ടൂറിസ്റ്റ് ബസ്, ആദ്യത്തെ ടൂറിസ്റ്റ് ബസ്സാണ്. എന്നപ്പോൾ നമ്മൾ അത് ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായാലും ഇന്നാണ് നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുള്ളത്. നമ്മളെന്ന് വെച്ചാൽ ഇന്ന് റിവീൽ ചെയ്യാണ് ഗൈസ് നമ്മുടെ പ്രസാദത്തിൻ്റെ ടൂറിസ്റ്റ് ബസ്. BS6 അല്ല, BS4 ആണ് നമ്മുടെ വണ്ടി. നമ്മൾ ഇറക്കി മറ്റേ സൗണ്ട് വർക്കൊക്കെ, സലാംസിൻ്റെ മാരകമായ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും ഒക്കെ ചെയ്ത വണ്ടിയാണ് നമ്മൾ ഇപ്പം. എന്നിട്ട് ഇനി നമുക്ക് സ്റ്റിക്കർ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോവുകയാണ് ഗൈസ്. എന്നപ്പോൾ നമ്മൾ സ്റ്റിക്കർ വർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ളത് തന്നെ ആയ ഒരു ഷോപ്പുണ്ട് സ്റ്റിക്കർ വർക്കിൻ്റെ. അവിടെ കൊണ്ടുപോയി പേരൊട്ടിക്കലും പിന്നെ അങ്ങനെ കുറച്ച് നെയിം ബോർഡൊക്കെ അപ്ഡേഷൻ ചെയ്യുക, അതിനൊക്കെ വേറെ സ്ഥലമുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റിക്കർ വർക്ക് എന്ന് വെച്ചാൽ പേരൊട്ടിക്കുക, മറ്റേ ഇനീഷ്യൽ നെയിമൊക്കെ അല്ലേ, ഇനീഷ്യൽ നെയിം എന്നല്ല, നമ്മുടെ ചില്ലുമല ഒട്ടിക്കുന്ന അല്ലാത്ത പേരില്ലേ, അതൊക്കെ ഒട്ടിക്കണം നമുക്ക്. എന്നിട്ട് ഗൈസ് നമ്മുടെ വണ്ടി ഒരു ഇറങ്ങും. ആ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളി. ഞാൻ ആ സ്റ്റിക്കർ വർക്ക് ചെയ്ത് ആട് തന്നെ ഇറക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ സ്റ്റിക്കർ വർക്കിൻ്റെ കടയിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇറക്കി കൊണ്ടുപോകും, നമ്മളെ ആർക്കും അറിയില്ല. അത് നമ്മളെന്ന് വെച്ചാൽ ഇറക്കിയത് നമ്മളെ പ്രസാദം ഗ്രൂപ്പിനറിയാം, വേറെ ആർക്കും അറിയില്ല. നമ്മൾ വണ്ടി ഒന്ന് സ്റ്റിക്കർ വർക്കും എല്ലാം ചെയ്ത് വരുമ്പോഴേക്ക് എല്ലാവരും അറിഞ്ഞോളും ഗൈസ്. നമ്മുടെ വണ്ടി അതാ നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇത് BS4 ആണ്. BS3യും BS4ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഫീച്ചേഴ്സ് ആൻഡ് നല്ലൊരു ഇതുണ്ട് ഗൈസ്. BS3 എന്ന് പറയുന്നത് നമ്മൾ പ്രൈവറ്റ് ബസ്സാണ് പ്രസാദം. അപ്പം നമ്മൾ പുതിയ ആദ്യത്തെ ടൂറിസ്റ്റ് ബസ് ഇറക്കി. ഇനി നമ്മൾ BS6 ഒക്കെ ഇറങ്ങുന്നുണ്ട്, അതിന് വേണ്ടി കാത്തിരിക്കുക. നമ്മളെ BS6ൻ്റെ ഒക്കെ വീഡിയോ ആണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. എന്നിട്ട് നമ്മൾ എന്തായാലും നീലാക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് യൂട്യൂബിൽ ഇടുന്നുണ്ട് ഗൈസ്. ഇപ്പം വഴി മാറിപ്പോവാൻ ഗൈസ്. നമ്മൾ പാട്ട് തിരിഞ്ഞു പോയാൽ നമുക്കില്ലേ, നമ്മൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദൂരത്തു നിന്നാണ് എടുത്തത് വണ്ടി. വടകര ഭാഗത്തു നിന്നാണ്, ലെവലാൻഡിൻ്റെ ഷോറൂമിൽ നിന്ന്. ഇപ്പോൾ BS6 ഒക്കെ ആകുമ്പം നമ്മൾ BS4ഉം കൊണ്ടാണ് ഗൈസ്. BS4 നമുക്കിനി BS5ഉം BS6ഉം എല്ലാം എടുക്കാം. നമ്മളിപ്പം BS3 ഉണ്ട് നമ്മളിൽ, പിന്നെ ഒരു BS4 ആണെന്ന് വിചാരിച്ചു. ഇനി ഞാൻ അതിൻ്റെ പുറം ഭാഗം ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ, നമ്മളെ ട്രാഫിക് ഒന്ന് കഴിയട്ടെ, സിഗ്നൽ ഗൈസ്. നമുക്ക് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് നേരെ പോകാം. നമ്മൾ ബോഡി വർക്ക്ഷോപ്പ് എത്തുന്ന താഴെ തന്നെ അല്ലേ, ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് Z1 ബാക്കും വെഗ ഫ്രണ്ടുമുള്ള വണ്ടിയാണ് നമ്മളത്. കൊമ്പൊക്കെ Z1ൻ്റെതാണ്. പിന്നെ ബാക്ക് ഗ്ലാസ്സിൽ ഒരു നെയിം ബോർഡിൻ്റെ ലൈറ്റ് വെച്ചിരിക്കുന്നു, ഫ്രണ്ടിലും വെച്ചിരിക്കുന്നു. നമ്മൾ 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വെറുതെ ആയിട്ട് പോവാണ് ഗൈസ്. ബോക്കലൊക്കെ ഇതിലൊരു സെറ്റാണ്, സലാംസിൻ്റെ അല്ലേ, പിന്നെ പറയണ്ടല്ലോ. നമ്മൾ എല്ലാം കാണിച്ചിരുന്നതാണ്. സ്റ്റിക്കർ വർക്കല്ല, ആടെ എത്തിയിട്ട് കാണിച്ചു തരാം സ്റ്റിക്കർ വർക്കിൻ്റെ സ്ഥലത്ത്. നമുക്ക് ഇതാ ഇവിടെ തന്നെയാണ്. ഇനി ഇതാ ആടെയാണ് ഗൈസ്. ഞങ്ങൾ ഇനിയിപ്പോൾ U-ടേൺ എടുത്ത് വരണം ഗൈസ്. U-ടേൺ എടുത്ത് വന്നിട്ട് ഇനിയിപ്പോൾ ആവും, അല്ലാണ്ട് ഇതിലങ്ങനെ കയറ്റി, അല്ലാണ്ട് റോങ് സൈഡ് പോകേണ്ടിയിരുന്നു ഗൈസ്. എന്തായാലും ഇപ്പോൾ റോങ് സൈഡ് പോകാനല്ലോ,
അപ്പം നമുക്ക് നേരെ ഇതിലങ്ങനെ തന്നെ പോവാം. അപ്പോൾ നമ്മളിവിടെ വെച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. വണ്ടി മഴ പെയ്യൂലേ, മഴക്കാറുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. ലിപ്പും നെയിം ബോർഡും എല്ലാം ഉണ്ട്. നമ്പർ പ്ലേറ്റ് അടിച്ച് കിട്ടിയില്ല. നമ്പർ പ്ലേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് എന്തായാലും നമുക്ക് എന്തായാലും അടിച്ച് കിട്ടും. ഇതാണ് ബാക്ക്. Z1 അല്ല Z1, ചൈനീസ് അല്ല, നോർമലാണ്. പിന്നെ വീൽ കപ്പൊക്കെ ഉണ്ട്. വീൽ കപ്പ് പിന്നെ ഇൻറ്റീരിയർ വർക്കൊക്കെ എടുത്ത് നാക്കങ്ങൾക്ക് ഞാൻ വർക്ക്ഷോപ്പിലെത്തിയിട്ട് കാണിച്ചു തരാം. മഴ പെയ്ത് തന്നപ്പോഴേക്ക് ഞാൻ തന്നപ്പോൾ നിങ്ങളോട് പറയേ മഴ പെയ്യേ. എന്തായാലും നമ്മൾ ലാഡർ വെച്ചിട്ടുണ്ട്. ലാഡർ എന്തായാലും വണ്ടിക്ക് അത്യാവശ്യമാണ്. വണ്ടി ഉണ്ടല്ലോ, വണ്ടിക്ക് മറ്റേ മോൾ ഭാഗത്ത് ടോപ്പ് ലൈറ്റൊക്കെ ഊരണമെങ്കിൽ അത്രയും അത്യാവശ്യമാണ് ലാഡർ. ഗായ്സ് നമ്മൾ ലിപ്പ് ഇപ്പം തട്ടിയാണ് ഗായ്സ് അവിടെ ആ ഫുട്പാത്ത് മേല്. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മളപ്പോൾ ആരുമില്ല, നമ്മളൊറ്റക്ക് തന്നെയാണ്. ഇനി നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാനും ഉണ്ടാവും, കുറച്ച് ആൾക്കാരും ഉണ്ടാവും. പക്ഷേ നല്ല വന്നപ്പോൾ നമുക്ക് പാട്ടൊക്കെ വെച്ച് നമുക്ക് ചില്ലായി പോകാം ഗൈസ്. നമ്മൾ പിന്നെ റെക്സിൻ അടിച്ചിട്ടുണ്ട് ഇൻറ്റീരിയറിൽ. പിന്നെ മറ്റേ ഇതിനൊരു കവർ ഇടണം, സ്റ്റിയറിംഗ് കവറ്. പിന്നെ ഒരു മറ്റേ ഇത് മാപ്പ് നോക്കുന്നതില്ലേ, അതും ഇട്ടിരിക്കുന്നു. നമ്മൾ വർക്ക്ഷോപ്പ് ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡോറൊക്കെ തുറന്നിടാം ഗൈസ്. ഗൈസ് നമ്മൾ എന്തായാലും കയറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ കൊമ്പുമൽ മറ്റേ ഇൻഡിക്കേറ്റർ ലൈറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ എന്തായാലും മറ്റേ ഇത് സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ബോഡി വർക്ക്ഷോപ്പും കൂടിയാണ് ഗൈസ്, നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. അങ്ങ് കാണിച്ചു തരാം ഗൈസ്. അവിടെ കണ്ടോ. എന്നപ്പം നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇതെന്ന് വെച്ചാൽ അതാണ്. കണ്ടോ, വോക്കലൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയിൽ, വോക്കലുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഇല്ല, ലിപ്പുണ്ട്, 2 ലൈറ്റ്സ് ഉണ്ട്, കൊമ്പ് ഉണ്ട്. നമ്മളെ മറ്റേ ഇത് സെഡോൻ്റെ കൊമ്പ്, നെയിം ബോർഡ്, ടോപ്പ് ലൈറ്റ്, വോക്കല്, ലിപ്പ്. പിന്നെ നമ്മളെ ഹെഡ് ലൈറ്റുമ്മ കൂടെ കുറച്ച് മറ്റേ ഇതുണ്ട്, നിയോൺ ലൈറ്റില്ല ഇങ്ങനെ. പിന്നെ ഉള്ളെന്ന് വെച്ചാൽ നമ്മളെ വണ്ടീൻ്റെ എഡീഷൻ നെയിം എന്ന് വെച്ചാൽ ബാഡ് ബോയ് എന്നാണ്. അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ, ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചായിരുന്നു നമ്മളെ ഇൻറ്റീരിയർ. ഇത് കണ്ടോ, ഇത് ഭാരത് ബെൻസിൻ്റെ ബോഡിയാണ്. കവിള് ഇവിടെ ബോഡി വർക്ക്ഷോപ്പും ചെയ്യുന്നുണ്ട്, അല്ലാത്തതുകൊണ്ട്. മറ്റേ ഞാൻ കാണിച്ചു തന്നില്ല ഇപ്പം വയ്യ കണ്ടോ ഒരു മുഖം, അത് ക്യാബിനിലുള്ള വർക്കാണ്. ബാഡ് ബോയ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള വർക്കിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഇനിയിപ്പോൾ നമ്മളെ സ്റ്റിക്കർ വർക്ക് കൂടി വരുമ്പോൾ വണ്ടി സീനാവും. എന്നപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഉൾഭാഗവും ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതാണ്, എന്തായാലും കാണിച്ചു തരുന്നതാണ്. എന്നപ്പോൾ വേറൊരു വീഡിയോയും കൊണ്ട് കാണാം. ബൈ.